ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ് ഹിന്ദിയിലെ 3rd യൂണിറ്റിലെ പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി, ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയപ്പോൾ. ഇതൊരു ലേഖനമാണ്. ഇത് എഴുതിയിരിക്കുന്നത് സ്വയം പ്രകാശാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള അവസാന ചർച്ചയ്ക്കായി ഇന്ത്യയിലെത്തിയ മൗണ്ട് ബാറ്റൻ പ്രഭുവുമായുള്ള ഗാന്ധിജിയുടെ കൂടിക്കാഴ്ചയും അവരുടെ സംഭാഷണത്തിലെ രസകരമായ മുഹൂർത്തങ്ങളും എല്ലാം കോർത്തിണക്കിയതാണ് പാഠഭാഗം. പാഠഭാഗത്തിലേക്ക് കടക്കാം. ജബ് अंग्रेजों के अंतिम वाइसरॉय लॉर्ड माउंटबैटन भारत आए तो उन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. അപ്പൊ അംഗ്രേസും എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ അംഗ്രേസ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് കേട്ടോ. അന്തിം വൈസ്രോയ് അവസാനത്തെ വൈസ്രോയ് ആരാണ്? ലോർഡ് മൗണ്ട് ബാറ്റൻ ഭാരത് ആയി. അപ്പൊ അംഗ്രേസോം കെ അന്തിം വൈസ്രോയ് ലോർഡ് മൗണ്ട് ബാറ്റൻ ഭാരത് ആയി. ഇന്ത്യയിലെ അവസാന ബ്രിട്ടീഷ് വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഉന്നനെ സോച്ച, അദ്ദേഹം ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? ഗാന്ധിജി സെ ബാത് കിയെ ബഗൈർ എന്ന് വെച്ചാൽ അല്ലാതെ, കൂടാതെ, വിത്തൗട്ട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അതായത് ഗാന്ധിജിയോട് കൂടി ആലോചിക്കാതെ എന്നുള്ള, ഗാന്ധിജിയോട് സംസാരിക്കാതെ എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഗാന്ധിജി സെ ബാത് കിയെ ബഗൈർ, ഗാന്ധിജിയോട് സംസാരിക്കാതെ, ഗാന്ധിജിയോട് ആലോചിക്കാതെ, ഗാന്ധിജിയോട് സംസാരിക്കാതെ ഭാരത് മേ കുച്ച് നഹീ കിയാ ജാ സക്താ, ഭാരതത്തിൽ കുച്ച് നഹീ കിയാ ജാ സക്താ, ഒരു കാര്യവും സാധ്യമല്ല. ഗാന്ധിജിയോട് കൂടി ആലോചിക്കാതെ ഒരു കാര്യവും സാധിക്കില്ലെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇന്ത്യയിലെ അവസാന ബ്രിട്ടീഷ് വൈസ്രോയ് ലോർഡ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഗാന്ധിജിയോട് സംസാരിക്കാതെ, ഗാന്ധിജിയോട് കൂടി ആലോചിക്കാതെ ഇവിടെ ഒരു കാര്യവും സാധിക്കില്ലെന്ന് അദ്ദേഹം വിചാരിച്ചു. तो परंपरानुसार उन्होंने गांधी जी को चाय पर बुलाया എന്ന് വെച്ചാൽ വിളിപ്പിക്കുക, ഇവിടെ ക്ഷണിക്കാനുള്ള അർത്ഥമൊക്കെ വരും, മീനിങ് ഒക്കെ വരും കേട്ടോ. അപ്പൊ പരമ്പരാഗതം അനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ഗാന്ധിജിനെ ചായക്ക് ക്ഷണിച്ചു, ചായ സൽക്കാരത്തിന് ക്ഷണിച്ചു. और गांधी ने वह आमंत्रण स्वीकार भी कर लिया. ആമന്ത്രം എന്ന് വെച്ചാൽ ക്ഷണം. ഗാന്ധിജി എന്ത് ചെയ്തു? ആ ക്ഷണം സ്വീകരിച്ചു. अब वाइसरॉय भवन में इस चाय पार्टी की भारी तैयारियां शुरू हो गई. ഇപ്പൊ വൈസ്രോയ് ഭവനിൽ ഈ ചായ പാർട്ടിയുടെ വലിയ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ശുരൂഹോന എന്ന് വെച്ചാൽ ആരംഭിക്കുക. വലിയ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഗാന്ധിജി ചായ് പിയെങ്കെ യാ ദൂത്, ഗാന്ധിജി ചായയാണോ പാലാണോ കുടിക്കുന്നത്? അവര് ആലോചിക്കുകയാണ്, ഗാന്ധിജി ചായയാണോ പാലാണോ കുടിക്കുന്നത്? വേ ശാകാഹാരി ഹേ യാ മാംസാഹാരി, ശാകാഹാരി എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ, മാംസാഹാരി എന്ന് വെച്ചാൽ അറിയോ നോൺ വെജ് ആണ്. അപ്പൊ ഇവിടെ അദ്ദേഹം സസ്യബുക്കാണോ അതോ മാംസബുക്കാണോ? കുർസി മേസ് പർ ബൈഠ് കർ നാശ്ത കരേങ്കെ യാ ഫർഷ് പർ ബൈഠ് കർ. അപ്പോ കുർസി എന്ന് വെച്ചാൽ കസേരയിലും മേശയിലും ഇരുന്നിട്ടാണോ അദ്ദേഹം ഭക്ഷണം കഴിക്കുക അതോ നിലത്തിരുന്നോ? കസേരയിലും മേശയിലും ഇരുന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കുമോ അതോ നിലത്തിരുന്നോ? രസോയി കാ ബ്രാഹ്മൺ ഹോന ജരൂരി ഹേ യാ കോയി ഭി ചലേഗാ. രസോയി എന്ന് വെച്ചാൽ കുക്ക് കേട്ടോ, ഭക്ഷണം പാകം ചെയ്യുന്ന ആൾ. അപ്പൊ അടുക്കളയില് ഭക്ഷണം പാകം ചെയ്യുന്ന ആൾ ബ്രാഹ്മണൻ വേണമെന്ന് നിർബന്ധമുണ്ടോ അതോ ആരായാലും മതിയോ, ആരായാലും കുഴപ്പമില്ല എന്നാണോ? ഉസ് ദിൻ ഗാന്ധിജി കാ ഉപവാസ് തോ നഹീം രഹേഗ. ഈ ദിവസം, ആ ചായപ്പാട്ടിക്ക് വിളിച്ച ആ ദിവസം ഗാന്ധിജി ഉപവാസത്തിലൊന്നും ആയിരിക്കില്ലല്ലോ, ഉപവാസമൊന്നും ഗാന്ധിജിക്ക് ഉണ്ടായിരിക്കില്ലല്ലോ അന്നത്തെ ദിവസം. ഉൻകെ സാത്ത് കിത്തനെ ലോഗ് ആയേഗെ, അദ്ദേഹത്തിന്റെ കൂടെ എത്ര പേർ വരും? അദ്ദേഹത്തിന്റെ കൂടെ ചായ സൽക്കാരത്തിന് എത്ര പേർ വരും? ഔർ വേ ക്യാ ഗായേങ്കെ, അവർ എന്തായിരിക്കും കഴിക്കുന്നത്? ഗാന്ധിജിക്കോ നാശ്തേമേ ക്യാ ഗാന പസന്ത് ഹെ, പസന്ത് ഇഷ്ടം. അപ്പൊ ഗാന്ധിജിക്ക് നാശ്തയായിട്ട്, ലഘുഭക്ഷണമായിട്ട് എന്ത് കഴിക്കാനായിരിക്കും ഇഷ്ടം? ഉസേ പക്കാനെ കേലിയെ രസോയിയെ കഹാം സെ ബുൾവായെ ജായെങ്കെ, അത് തയ്യാറാക്കാനായി, പക്കാനെ എന്ന് വെച്ചാൽ തയ്യാറാക്കുക, അത് ആ ഭക്ഷണം തയ്യാറാക്കാനായി രസോയി എന്ന് വെച്ചാൽ കുക്ക്, എവിടെ നിന്നായിരിക്കും കുക്കിനെ കൊണ്ടുവരേണ്ടത്? അത് പാകം ചെയ്യാൻ പാചകക്കാരെ എവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകും? അവർ സാമഗ്രി
കഹാം സി മംഗവായി ജായേഗി, സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകും. സാമഗ്രി എന്ന് വെച്ചാൽ പാചകത്തിനുള്ള സാധനങ്ങൾ. മംഗുവായെ, മംഗുവായെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുത്തുക. എവിടെ നിന്ന് വരുത്തും, എവിടെ നിന്നാണ് വരുത്തേണ്ടത്, എവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ട് പോകേണ്ടത്. അപ്പൊ പാചകത്തിലുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് വരുത്തേണ്ടത്. വഗേരഹ് വഗേരഹ് തുടങ്ങിയവ. ശ്രീമതി മൗണ്ട് ബാറ്റനെ ഇസ്കാ സാര ജിമ്മ ഗുഡ്ലെ ലിയ. ശ്രീമതി മൗണ്ട് ബാറ്റൻ ഇസ്കാ സാര ജിമ്മ, ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. ജിമ്മ എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി. ഗുഡ് സ്വയം ഏറ്റെടുത്തു. അപ്പൊ ശ്രീമതി മൗണ്ട് ബാറ്റൻ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു. ഗർമിയോക്കെ ദിനത്തെ, ഗർമി എന്ന് വെച്ചാൽ വേനൽക്കാലമായിരുന്നു, അല്ലെങ്കിൽ ചൂടുള്ള വേനൽക്കാല ദിവസങ്ങളായിരുന്നു അതെല്ലാം. ജിസ് കമരെ മേം ഗാന്ധിജി കോ ബിഠാനാ താ उसे 1 घंटा पहले से रूम कूलर चलाकर पूरी तरह डंडा कर लिया गया. അപ്പൊ ഗാന്ധിജിയെ ഇരുത്താനുള്ള ആ മുറി 1 घंटा പഹലെ, ഗണ്ട എന്ന് വെച്ചാൽ മണിക്കൂർ കേട്ടോ, ഒരു മണിക്കൂർ മുമ്പ് തന്നെ റൂം കൂളർ ഉപയോഗിച്ചിട്ട് പൂർണ്ണമായും തണുപ്പിച്ചിരുന്നു. അതായത് ഗാന്ധിജി ഇരുത്താനുള്ള മുറി 1 മണിക്കൂർ മുമ്പ് തന്നെ റൂം കൂളർ വെച്ച് പൂർണ്ണമായും തണുപ്പിച്ചിരുന്നു. ഉസ് സമാനെ മേം പൂരെ ഹിന്ദുസ്ഥാൻ മേം ഏക് ഹി റൂം കൂളർ താ. ഉസ് സമാനെ മേം, സമാനെ എന്ന് വെച്ചാൽ കാലം, ആ ഒരു കാലത്ത് പൂരെ ഹിന്ദുസ്ഥാൻ മേം, ഇന്ത്യയിലാകെ ഒരു റൂം കൂളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏക് ഹി റൂം കൂളർ താ, ഒരു റൂം കൂളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉസ് സമാനെ മേം പൂരെ ഹിന്ദുസ്ഥാൻ മേം ഏക് ഹി റൂം കൂളർ താ. ആ സമയത്ത് അല്ലെങ്കിൽ അക്കാലത്ത് ഇന്ത്യയിൽ ആകെ ഒരു റൂം കൂളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മക്സദ് തോ ഗാന്ധിജിക്കോ ആരാം ദേനാ ഹി താ. മക്സദ് എന്ന് വെച്ചാൽ ലക്ഷ്യം, ആരാം എന്ന് വെച്ചാൽ വിശ്രമം. അപ്പൊ ഗാന്ധിജിക്ക് വിശ്രമം നൽകുക, ഗാന്ധിജിക്ക് ശരിയായ വിശ്രമം നൽകുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. ലേക്കിൻ ബസ് യഹി സെ ഗഡ്ബഡ് ശുരു ഹോ ഗയി. ഗഡ്ബഡ് എന്ന് വെച്ചാൽ പ്രശ്നം അല്ലെങ്കിൽ കുഴപ്പം എന്നൊക്കെയാണ് മീനിങ്. ശുരു ഹോന എന്ന് വെച്ചാൽ ആരംഭിക്കുക. പക്ഷേ കുഴപ്പം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇവിടെ മുതൽ തുടങ്ങി. गांधीजी अपनी धोती से अच्छी तरह बदल लपेटकर उस कमरे में अपनी कुर्सी पर सिकुड़ सिमट कर बैठ गए और कुनमुनाने लगे. ഗാന്ധിജി തന്റെ ധോത്തി ഉപയോഗിച്ച് നല്ല പോലെ പുതച്ച്, ലപ്പേട്കർ എന്ന് വെച്ചാൽ പുതയ്ക്കുക കേട്ടോ. ഗാന്ധിജി ആ മുറിയിൽ തന്റെ മുണ്ടുകൊണ്ട് ശരീരമാകെ പുതച്ച് കസേരയിൽ ചുരുണ്ടുകൂടിയിരുന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി. സിമട്കർ എന്ന് വെച്ചാൽ ചുരുണ്ടുകൂടിയിരിക്കുക. കുൻമുനാനെ എന്ന് വെച്ചാൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുക. അപ്പൊ ഗാന്ധിജി ആ മുറിയിൽ തന്റെ മുണ്ടുകൊണ്ട് ശരീരമാകെ മൂടി പുതച്ച്, ലപ്പേട്കർ എന്ന് വെച്ചാൽ പുതയ്ക്കുക, ശരീരമാകെ മൂടി പുതച്ച് ആ മുറിയില് ഇരുന്ന് ചുരുണ്ടുകൂടി ഇരുന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി. लॉर्ड माउंटबैटन उनसे बड़ी बड़ी राजनीति की बातें कर रहे थे. അപ്പോൾ ലോർഡ് മൗണ്ട്ബാറ്റൻ ഗാന്ധിജിയോട് വലിയ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. രാജനീതി എന്ന് വെച്ചാൽ രാഷ്ട്രീയ കാര്യങ്ങൾ കേട്ടോ. വലിയ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. और गांधीजी बड़े अनमनेपन से हाम हूम किए जा रहे थे. അപ്പൊ ഗാന്ധിജി വളരെയധികം ദുഃഖത്തോടെ, വിഷമത്തോടെ, അൻമനേപ്പൻ എന്ന് വെച്ചാൽ ദുഃഖം കേട്ടോ. ഗാന്ധിജി വളരെയധികം വിഷമത്തോടെ ഹാം ഹൂം എന്നെല്ലാം മൂളിക്കൊണ്ടിരുന്നു. അപ്പൊ ലോർഡ് മൗണ്ട്ബാറ്റൻ വലിയ രാഷ്ട്രീയ കാര്യങ്ങൾ ഗാന്ധിജിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗാന്ധിജി വലിയൊരു വിഷമത്തോടുകൂടെ വെറുതെ അത് കേട്ട് മൂളിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആഖിർ മൗണ്ട്ബാറ്റനെ പൂച്ചാക്കി ക്യാ ബാത് ഹേ. അവസാനം മൗണ്ട്ബാറ്റൻ ഗാന്ധിജിയോട് ചോദിച്ചു, ക്യാ ബാത് ഹേ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഗാന്ധിജി പറഞ്ഞു, ഇസ് കൂളർ കോ പ്ലീസ് ബന്ദ് കർ ദീജിയേ. ഈ കൂളർ ദയവായി ഒന്ന് ഓഫ് ചെയ്താലും, ദയവായി ഈ കൂളർ ഓഫ് ചെയ്യൂ. മുജെ സർദി ലഗ് രഹി ഹേ. സർദി എന്ന് വെച്ചാൽ തണുപ്പ്. എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. ഇസ് തരഹ് അപ്നി ഷാൻ ദിഖാനെ കാ പഹല മൗക വൈസ്രോയ് സെ ചിനാ ഗയാ. ഷാൻ എന്ന് വെച്ചാൽ പ്രതാപം കേട്ടോ, പ്രൗഢി എന്നൊക്കെയാണ് മീനിങ്. ചിൻഗയ എന്ന് വെച്ചാൽ തട്ടിയെടുക്കുക. ഇങ്ങനെ തന്റെ പ്രൗഢി കാണിക്കാനുള്ള വൈസ്രോയുടെ ആദ്യത്തെ അവസരം, പഹലാ മൗക്ക, ആദ്യത്തെ അവസരം ഗാന്ധിജി തട്ടിയെടുത്തു. വൈസ്രോയുടെ, അതായത് തന്റെ പ്രൗഢി കാണിക്കാനുള്ള വൈസ്രോയുടെ ആദ്യത്തെ അവസരം ഗാന്ധിജി തട്ടിയെടുത്തു. ഗൈർ ബാतें होती रही. ചർച്ച തുടർന്നുകൊണ്ടിരുന്നു.
ലേക്കിൻ ഗാന്ധിജിനെ കോയി ഖാസ് രുചി നെഹിയുള്ളി. ഗാന്ധിജി പ്രത്യേകമായ ഇഷ്ടമൊന്നും കാണിച്ചില്ല, പ്രത്യേക ഇൻട്രസ്റ്റ് താല്പര്യമൊന്നും കാണിച്ചില്ല. ഗാസ് ഗാസ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ എന്നാണ് മീനിങ്. രുചി എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, പ്രത്യേക താല്പര്യമൊന്നും കാണിച്ചില്ല. ചർച്ച തുടരാനായിട്ട് ഗാന്ധിജി പ്രത്യേക താല്പര്യമൊന്നും കാണിച്ചില്ല. ലോർഡ് മൗണ്ട് ബാറ്റനെ പൂച്ചാക്കി ക്യാ ബാത് ഹേ. ലോർഡ് മൗണ്ട് ബാറ്റൻ ചോദിച്ചു, എന്തു പറ്റി? ഗാന്ധിജി ബോലെ. ഗാന്ധിജി പറഞ്ഞു, മേം ആ രഹാത്ത. ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. तो रास्ते में रेलगाड़ी में किसी ने मेरी घड़ी चुरा ली. അപ്പോ വഴിയിൽ വെച്ച് വഴിക്ക് ട്രെയിനിൽ വെച്ച് ആരോ എന്റെ വാച്ച് മോഷ്ടിച്ചു. റെയിൽഗാഡിമേ ട്രെയിനിൽ വെച്ച്, ട്രെയിനിൽ വെച്ച്, രാസ്ത എന്ന് വെച്ചാൽ വഴി കേട്ടോ. അപ്പോ വഴിക്ക് ട്രെയിനിൽ വെച്ച് ആരോ എന്റെ വാച്ച് മോഷ്ടിച്ചു. ചുരാന എന്ന് വെച്ചാൽ മോഷ്ടിക്കുക കേട്ടോ, മോഷ്ടിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഗഡി എന്ന് വെച്ചാൽ വാച്ച്, എന്റെ വാച്ച് മോഷ്ടിച്ചു. വഹ് ബഹുത് പുരാനി ഗഡി തി ഔർ മുझे बहुत प्यारी थी. അത് വളരെ പഴയതും എനിക്ക് വളരെ ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു വാച്ചായിരുന്നു. വളരെ പഴയതും എനിക്ക് വളരെ ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു വാച്ചായിരുന്നു. മേം ഉസേ യഹാം ഇസ് തരഹ് അപ്നെ ധോത്തി മേം കമർ സെ ടാംഗേ രഹതാ താ. ഞാൻ അത് ഇവിടെ ഇങ്ങനെ അരക്കെട്ടിലെ മുണ്ടിൽ തൂക്കിയിടുന്നതായിരുന്നു. കമർ എന്ന് വെച്ചാൽ അരക്കെട്ട്, ടാങ്കന എന്ന് വെച്ചാൽ തൂക്കിയിടുക. അപ്പോ ഞാൻ അത് ആ വാച്ച് ഇവിടെ ഇങ്ങനെ അരക്കെട്ടിലെ ധോത്തീസെ കമരെ അരക്കെട്ടിലെ മുണ്ടിൽ തൂക്കിയിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, തൂക്കിയിടുന്നതായിരുന്നു. ഔർ ജബ് ചാഹെ നികാൽക്കർ ടൈം ദേഖ് ലേതാ താ. ആവശ്യമുള്ളപ്പോൾ എടുത്ത് സമയം നോക്കുന്നതായിരുന്നു. നികാൽക്കർ എന്ന് വെച്ചാൽ നികാൽക്കർ എടുത്തിട്ട്, ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് സമയം നോക്കുന്നതായിരുന്നു. मैं रोज सोने के पहले नियम से उसमें चाबी भरता था. അപ്പൊ ഞാൻ ദിവസവും സോനയ്ക്ക് പഹലെ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് നിയമസേ നിയമം പോലെ അതിന് എന്ത് ചെയ്യാമായിരുന്നു? ചാവി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും ഞാൻ എന്നും ഉറങ്ങുന്നതിന് മുൻപ് കൃത്യമായി അതിന് കീ കൊടുക്കുന്നതായിരുന്നു. പത്താ നെഹിം, എനിക്ക് അറിയില്ല. കോൻ ഉഡാലെ ഗയ, അത് ആരാണ് എടുത്തുകൊണ്ടുപോയത്, ആരെടുത്തുകൊണ്ടുപോയി എന്ന് എനിക്കറിയില്ല. ഔക്യോം, എന്തിനാണ് അത് കൊണ്ടുപോയതെന്നും എനിക്കറിയില്ല. और ഗാന്ധിജി അഫ്സോസ് മേ ഡൂബ് ഗയ. ഗാന്ധിജി സങ്കടത്തിൽ പറഞ്ഞു. അഫ്സോസ് എന്ന് വെച്ചാൽ സങ്കടം കേട്ടോ, സങ്കടത്തിൽ പറഞ്ഞു. വൈസ്രോയ് ने भी അഫ്സോസ് ജാഹിർ കിയ. വൈസ്രോയും എന്ത് ചെയ്തു? ദുഃഖം പ്രകടിപ്പിച്ചു. വൈസ്രോയും ദുഃഖം പ്രകടിപ്പിച്ചു. ജാഹിർ എന്ന് വെച്ചാൽ പ്രകടിപ്പിക്കുക കേട്ടോ, പിന്നെ ജാഹിർ പ്രകടിപ്പിക്കുക. വൈസ്രോയും ദുഃഖം പ്രകടിപ്പിച്ചു. ലേക്കിൻ ഉൻഹെ സമജ് മേ നഹീം ആയ. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായില്ല, വൈസ്രോയ്ക്ക് മനസ്സിലായില്ല. ഏക് ചോട്ടി സി പുരാനി ഗഡി കെ ലിയെ. ആ പഴയ ഒരു വാച്ചിന് വേണ്ടി യ ആദ്മി, ഈ മനുഷ്യൻ വൈസ്രോയ്ക്ക് ദാവത്, വൈസ്രോയുടെ സൽക്കാരം, ദാവത്ത് എന്ന് വെച്ചാൽ സൽക്കാരം കേട്ടോ, വൈസ്രോയുടെ സൽക്കാരം ജിന്ദഗിക്ക് സബ്സെ ഷാൻദാർ മൗക്കെ കാ മസ കിർക്കിര. മസ എന്ന് വെച്ചാൽ ആനന്ദം, കിർക്കിര കർണ എന്ന് വെച്ചാൽ എന്താ പറയാ നഷ്ടപ്പെടുത്തുക, ജിന്ദഗി എന്ന് വെച്ചാൽ ജീവിതം. അപ്പോ ഏറ്റവും അഭിമാനകരമായ ഒരു അവസരത്തിന്റെ ആനന്ദം എന്തിന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ മനുഷ്യൻ വൈസ്രോയുടെ സൽക്കാരം പോലുള്ള ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ അവസരത്തിന്റെ ആനന്ദം എന്തിന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ക്യാ ഇസെ ഏക് നയി ഗഡി ദിലാ ദൂം. ഇദ്ദേഹത്തിന് പുതിയൊരു വാച്ച് നൽകിയാലോ. ലേക്കിൻ യഹ് മാനേക തോടി. പക്ഷെ അത് കുറച്ചിലായി കരുതും. ഗാന്ധിജി അത് കുറച്ചിലായി കരുതും. യഹ് തോ യഹി കഹേഗാ കി മുझे अपनी വഹി പുരാനി ഗഡി ചാഹിയേ. എനിക്ക് എന്റെ പഴയ വാച്ച് തന്നെ വേണമെന്നല്ലേ അദ്ദേഹം പറയുന്നത്. എനിക്കിനെ നഷ്ടപ്പെട്ടു പോയ പഴയ വാച്ച് തന്നെ കിട്ടണമെന്നല്ലേ അദ്ദേഹം പറയുന്നത്. ഗൈർ ജബ് നാശ്തേക്ക് ബാരി ആയേ തോ ഗാന്ധിജി ബോലെപ്പൻ സെ ബോലെ. നാശ്തയുടെ സമയമായപ്പോൾ, ലഘുഭക്ഷണത്തിന് സമയമായപ്പോൾ ഗാന്ധിജി നിഷ്കളങ്കതയോടെ പറഞ്ഞു. ബോലേപ്പൻ നിഷ്കളങ്കതയോടെ പറഞ്ഞു. ആപ് ലോഗ് ലീജിയെ, നിങ്ങൾ എല്ലാവരും കഴിച്ചോളൂ. മേം തോ അപ്ന നാശ്ത സാത്ത് ലായാഹും. എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കഴിച്ചോളൂ. എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോച്ചോ, ആലോചിച്ച് നോക്കൂ. കിത്തനെ ലോകവുമേ ഇത്തനെ ഹിമ്മത്ത് ഹോഗി. എത്ര ആളുകൾക്ക്
ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടാകും? ഹിമ്മത്ത് എന്ന് വെച്ചാൽ ധൈര്യം. എത്ര ആളുകൾക്ക് ഇതുപോലുള്ള ഒരു ധൈര്യം ഉണ്ടാകും? രാജ നാശ്തേ पर बुलाए और वे कहते आप लीजिए मैं तो अपना नाश्ता साथ लाया हूं. രാജാവ് എന്തിനാണ്? ഭക്ഷണത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനായിട്ട്, കഴിക്കാനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ക്ഷണിക്കുമ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്? നിങ്ങൾ കഴിച്ചോളൂ, എനിക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എന്റെ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ പറയാൻ എത്ര ആളുകൾക്ക് ധൈര്യമുണ്ടാകും? തബി गांधी जी के साथ गई उनकी सहयोगी ने गादी के एक पुराने से तैले में से एक छोटा सा डिब्बा और एक चम्मच निकालकर गांधी जी के सामने रख दिया. അപ്പോൾ ഗാന്ധിജിയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന സഹയോഗി, ഗാന്ധിജിയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആ സഹപ്രവർത്തകർ ഒരു പഴയ പുരാനെ തൈലേമേ, ഒരു പഴയ ഗാദി സഞ്ചിയിൽ നിന്ന്, ഗാദിക്ക് ഏക് പുരാനെ സെ തൈലേമേ, പഴയ ഒരു ഗാദി സഞ്ചിയിൽ നിന്ന് ഒരു ഡിബ്ബ എന്ന് വെച്ചാൽ ഡെപ്പി, ഒരു ഡെപ്പിയും ചമച്ച് എന്ന് വെച്ചാൽ സ്പൂൺ, ഒരു സ്പൂണും എടുത്ത് ഗാന്ധിജിയുടെ അരികിൽ വെച്ചു. ടിബ്ബേമേ ബക്കരീക്ക് ദൂത് സെ ബന ദഹീത, ദഹി എന്ന് വെച്ചാൽ തൈര് കേട്ടോ. ബക്കരീക്ക് ദൂത് സെ, അതായത് ആട്ടിൻപാൽ കൊണ്ടുണ്ടാക്കിയ തൈരായിരുന്നു. ആ ഡെപ്പിയിലുണ്ടായിരുന്ന ആട്ടിൻപാലിൽ നിന്നുണ്ടാക്കിയ തൈരായിരുന്നു. ഔർ ചമച്ച് ഹലാക്കി ടൂട്ടാ ഹുവാത്ത, ആ സ്പൂണ് പൊട്ടിയതായിരുന്നു. ലേക്കിൻ ഉസ്കെ ടൂട്ടെ ഹത്തെ പർ ലക്കടി കി ഗപ്പച്ചി ധാഗെ സെ ബാന്ധ് ദി ഗയി തി. ആ പൊട്ടിയ സ്പൂണിന്റെ ആ ഭാഗം, അതായത് ആ പൊട്ടിയ സ്പൂണിന്റെ കൈപ്പിടി, ഹത്തെ എന്ന് വെച്ചാൽ ആ ഹാൻഡിൽ, കൈപ്പിടി പൊട്ടിയതായിരുന്നു. ആ പൊട്ടിയ കൈപ്പിടിയില് ഗപ്പച്ചി എന്ന് വെച്ചാൽ കമ്പ്, ധാഗ്യ എന്ന് വെച്ചാൽ ചരട്, കമ്പ് വെച്ച് ചരട് കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയ കമ്പ് ചരട് കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പൂണിന്റെ പൊട്ടിയ കൈപ്പിടിയിൽ ചെറിയ കമ്പ് ചരട് കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ബാന്ധന എന്ന് വെച്ചാൽ കെട്ടുക, ഗപ്പച്ചി കമ്പ്, ധാഗെ ചരട്, ബാന്ധന എന്ന് വെച്ചാൽ കെട്ടുക. വൈസ്രോയ് ലോർഡ് മൗണ്ട് ബാറ്റൺ और उनकी पत्नी गांधी को देखते रह गए. വൈസ്രോയ് ലോർഡ് മൗണ്ട് ബാറ്റനും അദ്ദേഹത്തിന്റെ പത്നിയും ഗാന്ധിജിയെ നോക്കിക്കൊണ്ടിരുന്നു. ആജ് സോച്ചേ ഹേ തോ ലഗ്താ ഹേ ഗാന്ധിജി കെ ഇസ് വ്യവഹാർ കെ പീछे भी कई बातें छिपी हुई थी. ഇന്ന് ചിന്തിക്കുമ്പോൾ, സോച്ചന എന്ന് വെച്ചാൽ ചിന്തിക്കുക, ആജ് സോച്ചത്തെ, ഇന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഗാന്ധിജിക്ക് ഈസ് വ്യവഹാറിനെ, വ്യവഹാർ എന്ന് വെച്ചാൽ പെരുമാറ്റം, ഗാന്ധിജിയുടെ വ്യവഹാർ കെ പീछे, ഈ പെരുമാറ്റത്തിന് പിന്നിൽ, ഗാന്ധിജിയുടെ ഈ ഒരു പെരുമാറ്റത്തിന് പിന്നിൽ കൈ ബാത്തേം, പല കാര്യങ്ങളും ചിപ്പി ഹുയീത്തി, ചിപ്ന എന്ന് വെച്ചാൽ ഒളിഞ്ഞിരിക്കുക. അപ്പൊ ഗാന്ധിജിയുടെ ഈ പെരുമാറ്റത്തിന് പിന്നിൽ പല കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഗാന്ധിജിയുടെ ഈ ഒരു പെരുമാറ്റത്തിന് പിന്നിൽ പല കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നെന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട്. രാജനീതിമേം അക്സർ കുച്ച് ബാത്തേം ബഗൈർ കഹേ ഭി കഹ്ദി ജാതി തേ. ഇപ്പൊ രാജനീതി എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ മിക്കവാറും കുറച്ചു കാര്യങ്ങൾ പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ മിക്കവാറും കുറച്ചു കാര്യങ്ങൾ പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. रूम कूलर बंद करवाने का सीधा मतलब नए वाइसरॉय को यह संदेश देना था कि डंडे कमरे में बैठकर हिंदुस्तान पर हुकूमत नहीं की जा सकेगी. റൂം കൂളർ ബന്ദ് കർവാനേക്ക സീതാ മത്ലബ്, അതായത് റൂം കൂളർ ഓഫ് ചെയ്യാൻ പറഞ്ഞതിന്റെ, റൂം കൂളർ ഓഫാക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുതിയ വൈസ്രോയിയെ ഇത് ബോധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു അത്? അതായത് ഡണ്ടേ കമരേമേ ബൈക്കർ, തണുത്ത മുറികളിൽ ഇരുന്നു കൊണ്ട് ഹിന്ദുസ്ഥാൻ പർ ഹുക്കുമത്, ഹിന്ദുസ്ഥാന്റെ ഭരണം സാധ്യമല്ല, തണുത്ത മുറികളിൽ ഇരുന്ന് ഇന്ത്യയിൽ ഭരണം നടത്താൻ സാധിക്കില്ലെന്നുള്ള സന്ദേശം നേരെ വൈസ്രോയിൽ എത്തിക്കുക എന്നതായിരുന്നു ആ ഒരു ലക്ഷ്യമായിരുന്നു റൂം കൂളർ ഓഫാക്കാൻ പറഞ്ഞതിന് പിന്നിൽ. ഗാന്ധിജി നേരത്തെ നമ്മൾ വായിച്ചതാണ്, ഗാന്ധിജി വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റൂം കൂളർ ഒന്ന് ഓഫ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് തണുത്ത മുറികളിൽ ഇരുന്ന് ഇന്ത്യയിൽ ഭരണം നടത്താൻ സാധിക്കില്ലെന്നുള്ള സന്ദേശം നേരെ വൈസ്രോയിൽ എത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു റൂം കൂളർ ഓഫാക്കാൻ പറഞ്ഞതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. ഹംസെ ബാത് കർണി ഹേ തോ ബാഹർ ധൂപ് മേ
और गुले मैदान में आओ ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഹംസെ ബാത് കർണി ഹേ ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ ബാഹർ ധൂപമേം പുറത്തെ വെയിലിലോ ഗുലേ മൈതാൻമേം തുറന്ന മൈതാനത്തോ വരൂ. അപ്പൊ ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ പുറത്തെ വെയിലിലോ തുറസായ സ്ഥലത്തോ വരൂ. ഗഡി ഗോനെ കി ബാത് കോ ഇത്തന ബഡാ ചടാകർ कहने का आशय यह जताना था कि जिस ब्रिटिश राज्य का दुनिया के सामने तुम इतना टोल पीटते हो और गुण गाते हो उसमें मेरी गड्डी तक सुरक्षित नहीं है. വാച്ച് നഷ്ടപ്പെട്ട കാര്യം ഗഡി ഗാനെ കി ബാദ് വാച്ച് നഷ്ടപ്പെട്ട കാര്യം ഇത്തന ബഡാ ചടാക്കർ ഇത്ര ഗൗരവത്തോടു കൂടി ഇത്ര ഗൗരവതരമായി അവതരിപ്പിച്ചത് അതായത് ജതാന വെച്ചാൽ പറയുക, ഇത്ര ഗൗരവതരമായി പറഞ്ഞത് ജിസ് ബ്രിട്ടീഷ് രാജ്യക്ക അതായത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാര്യം ബ്രിട്ടീഷ് ഭരണത്തെ കുറിച്ച് നിങ്ങൾ ലോകത്തിനു മുന്നിൽ ടോൾ പീഡനെ കൊട്ടിഘോഷിക്കുകയും ഗുൺഗാത്തെ ഗുണങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ഉസ്മേം അവിടെ മേരി ഗഡി തക് സുരക്ഷിത നഹി എന്റെ വാച്ച് പോലും സുരക്ഷിതമല്ല. അപ്പോ ബ്രിട്ടീഷ് ഭരണത്തെ കുറിച്ച് നിങ്ങൾ ലോകത്തിന് മുന്നിൽ കൊട്ടിഘോഷിക്കുകയും ഗുണങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അതിൽ എന്റെ വാച്ച് പോലും സുരക്ഷിതമല്ല എന്ന ഒരു ആശയം എത്തിക്കാനായിരുന്നു വാച്ച് മോഷണം പോയ കാര്യം ഇത്ര ഗൗരവമായി ഗാന്ധിജി അവിടെ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞത്. ബ്രിട്ടീഷ് ഭരണത്തെ കുറിച്ച് നിങ്ങൾ ലോകത്തിന് മുന്നിൽ കൊട്ടിഘോഷിക്കുകയും ഗുണങ്ങൾ പാടുകയും ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് രാജ്യക്ക ദുനിയാക്കെ സാമനെ തും ഇത്തന ടോൾ പീഡത്തെ ഹോ ഔർ ഗുൺ ഗാത്തെ ഹോ ബ്രിട്ടീഷ് ഭരണത്തെ കുറിച്ച് നിങ്ങൾ ലോകത്തിന് മുന്നിൽ കൊട്ടിഘോഷിക്കുകയും ഗുണങ്ങൾ പാടുകയും ചെയ്യുമ്പോൾ ഉസ്മേം മേരി ഗഡി തക് സുരക്ഷിത നഹി ഹേ എന്റെ വാച്ച് പോലും അവിടെ സുരക്ഷിതമല്ല എന്നുള്ള ഒരു ആശയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബഡാ ചടാക്കർ കഹനേക്ക ആശയ ജതാനാത്ത കുറച്ച് ഗൗരവതരമായിട്ട് തന്നെ വാച്ച് മോഷണം പോയി എന്നുള്ള കാര്യം അത്ര ഗൗരവതരമായിട്ട് ഗാന്ധിജി അവിടെ അവതരിപ്പിച്ചത്. और इसका असर क्या हुआ ഇതിന്റെ ഫലം എന്തായി? അസർ എന്ന് വെച്ചാൽ ഫലം കേട്ടോ. ഇതിന്റെ ഫലം എന്തായി? अगले दिन के समाचार पत्रों में इस बारे में कोई समाचार नहीं था कि गांधी और वाइसरॉय में क्या बात हुई, लेकिन यह खबर बड़े बड़े अक्षरों में कि गांधी जी की प्रिय गड्डी चोरी चली गई. अगले दिन के समाचार पत्रों में പിറ്റേ ദിവസത്തെ പത്രത്തിൽ സമാചാർ പത്ര ന്യൂസ് പേപ്പർ ദിനപത്രം പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഇസ് ബാരേമേ കോയി സമാചാർ നഹീൻ താ അതിനെക്കുറിച്ചൊരു വാർത്തയും ഉണ്ടായിരുന്നില്ല. എന്തിനെ കുറിച്ച്? ഗാന്ധിജി ഔർ വൈസ്രോയ് മേ ക്യാ ബാത് ഹുയി ഗാന്ധിജിയും വൈസ്രോയും തമ്മിൽ എന്താണ് ചർച്ച ചെയ്തത് എന്നതിനെ കുറിച്ച് ഒരു വാർത്തയും ഉണ്ടായിരുന്നില്ല. ലേക്കിൻ പക്ഷേ യഹ് ഖബർ ഈ വാർത്ത ബഡേ ബഡേ അക്ഷരത്തൊക്കെ വലിയ അക്ഷരങ്ങളിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏത് വാർത്ത? ഗാന്ധിജിക്ക് പ്രിയ ഗഡി ചോരി ചലി ഗയി ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് മോഷണം പോയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഫലം എന്തായിരുന്നു? അതിന്റെ ഫലമായിട്ടുണ്ടായിരുന്നത് അടുത്ത ദിവസത്തെ പത്രത്തില് ഗാന്ധിജിയും വൈസ്രോയുമായി എന്ത് ചർച്ച ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു വാർത്തയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് മോഷണം പോയി എന്നുള്ള കാര്യം വലിയ അക്ഷരങ്ങളിലായിരുന്നു അതിൽ അച്ചടിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. വലിയ അക്ഷരങ്ങളിൽ ഉണ്ടായിരുന്നു ആ ന്യൂസ് പേപ്പറിൽ സമാചാർ പത്രത്തില് ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയി എന്നുള്ള കാര്യം വലിയ അക്ഷരങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. हालांकि कुछ रोज बाद चोर ने सबरमती आश्रम जाकर गांधी जी को उनकी गड्डी लौटा भी दी. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സബർമതി ആശ്രമത്തിൽ ആ കള്ളൻ ചെന്ന് ചോർന്ന് വെച്ചാൽ കള്ളൻ ചെന്ന് ഗാന്ധിജിയുടെ വാച്ച് എന്ത് ചെയ്തു? തിരിച്ച് ഏൽപ്പിച്ചു. ഗാന്ധിജിയുടെ വാച്ച് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ആ മോഷ്ടാവ് സബർമതി ആശ്രമത്തിൽ ചെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മോഷ്ടാവ് സബർമതി ആശ്രമത്തിൽ ചെന്ന് ഗാന്ധിജിക്ക് അദ്ദേഹത്തിന്റെ വാച്ച് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഔർ അപ്ന നാശ്ത യാനി മാൽടാൽ നഹീം എന്റെ ലഘുഭക്ഷണം മാൽട്ടാൽ എന്ന് വെച്ചാൽ സദ്യ കേട്ടോ. സദ്യയല്ല. ബക്കരി കാ ദൂദ് പകരം എന്താണ്? ആട്ടിൻപാലാണ്. ക്യോംകി എന്തുകൊണ്ടെന്നാൽ ഭാരത് കി ഗരീബ് ജനതാക്കോ യഹി ഉപലബ്ധ ഹേ ഉപലബ്ധ എന്ന് വെച്ചാൽ ഇവിടെ ലഭ്യമാകുന്നത് എന്നുള്ള അർത്ഥമാണ്.
അപ്പൊ ഭാരതത്തിലെ ദരിദ്രരായ ജനങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ആട്ടിൻപാലാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഭക്ഷണം എന്താണ്? സദ്യയല്ല, ആട്ടിൻപാലാണ്. വൈസേ ഇസ്കാ ഏക് ഔർ അർത്ഥ യഹ് ഭി ഹോ സക്താ ഹൈ. ഇതിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. എന്താണത്? ഹിന്ദുസ്ഥാൻ കെ ലോക് അപ്പനെ മേഹനത്ത് കി ഗാത്തെ ഹെ. ഹിന്ദുസ്ഥാൻ കെ ലോക്, ഹിന്ദുസ്ഥാനിലെ ജനങ്ങൾ, അതായത് ഇന്ത്യക്കാർ, ഇന്ത്യയിലെ ജനങ്ങൾ അപ്പനെ മേഹനത്ത്, തങ്ങളുടെ അധ്വാനം, മേഹനത്ത് എന്ന് വെച്ചാൽ അധ്വാനം കേട്ടോ, തങ്ങളുടെ അധ്വാനത്തിന്റെ പങ്കാണ് എന്ത് ചെയ്യുന്നത്? അവർ ഭക്ഷിക്കുന്നത്. ജബ്കി ബ്രിട്ടൻ ജൈസെ സാമാജ്വാദി ദൂസരേ കി ലൂട്ട് പർ ഐഷ് കർത്തേ ഹേ. ലൂട്ട് എന്ന് വെച്ചാൽ കൊള്ള, ഐഷ് എന്ന് വെച്ചാൽ സുഖലോലുപത. മറ്റുള്ളവരെ കൊള്ളയടിച്ച് സുഖലോലുപതയിൽ കഴിയുന്ന ബ്രിട്ടീഷ് ശക്തികളെ പോലെ, ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികളെ പോലെയല്ല എന്നുള്ളൊരു അർത്ഥം കൂടി അതിനുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ ലഘുഭക്ഷണം നാസ്ത എന്ന് പറയുന്നത് സദ്യയല്ല, അതായത് മാൽട്ടാൽ നെഹി, സദ്യയല്ല, പകരം എന്താണ്? ബക്കരി കാ ദൂദ്, ആട്ടിൻപാലാണ്. എന്തുകൊണ്ട് എന്നാൽ ഭാരത് കി ഗരീബ് ജനതാക്കോ യഹി ഉപലബ്ധ ഹെ. ഭാരതത്തിലെ ജനങ്ങൾക്ക് ഇതാണ് ലഭ്യമായിട്ടുള്ളത്, അവർക്ക് ഇതാണ് കിട്ടുന്നത്. എന്താണ് ഇങ്ങനെ പറഞ്ഞതിന് പിന്നെയുള്ള അർത്ഥം എന്താണ്? അതായത് ഹിന്ദുസ്ഥാനിലെ ജനങ്ങൾ, അതായത് ഇന്ത്യക്കാർ എങ്ങനെയാണ്? അപ്പനി മേഹനത്തേക്ക് ഗാത്തേഹെ, അവരുടെ അധ്വാനമാണ് എന്ത് ചെയ്യുന്നത്? അവർ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. അധ്വാനത്തിന്റെ പങ്കാണ് അവരെന്ത് ചെയ്യുന്നത്? ഭക്ഷിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ കൊള്ളയടിച്ച് സുഖലോലുപതയിൽ കഴിയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികളെ പോലെയല്ല എന്നുള്ളൊരു അർത്ഥം കൂടി അതിനുണ്ടായിരുന്നു, എന്നുള്ള അർത്ഥം കൂടി ഗാന്ധിജി പറഞ്ഞ വാക്കുകൾക്ക് ഉണ്ടായിരുന്നു. ഗാന്ധിജിക്കായ മസേദാർ കിസ്സ. ഗാന്ധിജിയെ കുറിച്ചുള്ള ഈ രസകരമായ കഥ मैंने लापियर और कॉलिन की पुस्तक फ्रीडम एक मिडनाइट में पढ़ा है. ലാപ്പിയറിന്റെയും കോളിന്റെയും പുസ്തകമായ ഫ്രീഡം ഏക് മിഡ്നൈറ്റ് എന്നുള്ള പുസ്തകത്തിൽ വായിച്ചതാണ്. അച്ചി കിതാബ് ഹെ, നല്ല പുസ്തകമാണ്. കഹി മിലെ തോ ജരൂർ പഠന, എവിടെയെങ്കിലും കിട്ടിയാൽ തീർച്ചയായും വായിക്കണം. ഗാന്ധിജിയുടെ ജീവിതത്തിലെ രസകരമായ കുറച്ച് നിമിഷങ്ങളാണ് നമ്മൾ വായിച്ചു മനസ്സിലാക്കിയത്. പാഠഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാഠഭാഗത്തിന്റെ നോട്ട്സ് ആവശ്യമുള്ളവര് ഈ പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. 7907751513 7907751513. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിന്റെ നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും. ഗാന്ധിജിയുടെ ജീവിതത്തിലെ മനോഹരമായ കുറച്ച് നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പാഠഭാഗത്തിന്റെ ആശയം നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് ആവശ്യമുള്ളവർ നേരത്തെ പറഞ്ഞ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.